ഹലോ ഗായ്സ്, മൈൻഡിലെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വോൾഫിനെ സെറ്റാക്കണം, അതായത് പട്ടിയെ പിടിച്ച് ടൈം ചെയ്യണം. ഓക്കെ, ആദ്യം മഴയാണ്, ഞാനൊന്ന് കിടന്ന് നോക്കണേ. നമ്മൾ ഇൻറ്റീരിയറൊന്നും ചെയ്തില്ല, കാരണം പ്ലേസ് ഫാമിൻ്റെ പണി ഒടുക്കത്തെ പണിയായിരുന്നു. പിന്നെ നമുക്ക് പ്ലോട്ടും വാങ്ങണം. ഓക്കെ, ആ ഭാഗത്തേക്കൊരു ഫോറസ്റ്റ് ഉണ്ട്, ബട്ട് ഇതാണ് ഞാൻ ലാഡറൊക്കെ. ഓക്കെ, ആ ഭാഗത്തേക്കൊരു ഫോറസ്റ്റ് ഉണ്ട്. നമ്മൾ ആടിക്കുമ്പോൾ സ്വർണ്ണപ്പഴച്ചട്ട അണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്കൊരു ഫോറസ്റ്റ് ഉണ്ട്, അവിടേക്കൊന്ന് പോകണം. ഏത് കളറാണെന്ന് നോക്കില്ല, കിട്ടുന്നതിനെ എടുത്ത് കൊണ്ടുവരിക. ഇവിടെ ഓൾറെഡി 2 വോൾഫോ 3 വോൾഫും കാണുന്നുണ്ട്. ഇത് ആരുടെയാണ് കറക്റ്റ് അറിയില്ല, MSLൻ്റെ ആരുതൊരു ആൾക്കാരോ. ഓക്കെ, പിന്നെ ആ പ്ലോട്ട് ലാസ്റ്റ് വാങ്ങാം. പിന്നെ ബ്ലേസ് ഫാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുതരാം. പിന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പോഴും ബ്രേക്കാണ്, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ നമുക്കൊരു പട്ടിയുടെ കൂട് മുതൽ പണിയണം. ഓക്കെ, അപ്പം ഞാൻ വോൾഫിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഇവനെ ടൈം ചെയ്യാം. ഒരുത്തനെ മതി എന്നാണ്, ഇവനും കൂടി എടുക്കാം. ഈ വഴിക്ക് വന്നതല്ലേ. ഓക്കെ, 2 ആൾക്കാരായിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസ് പോകുന്നതിൻ്റെ വഴിക്കിൽ നമുക്കൊരു കാര്യം പറയാം, കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മുടെ ബേസിൽ കുറച്ച് അപ്ഡേറ്റ് നാളെ വരുത്തിയിട്ടുണ്ട്, അതൊന്നും ഞാൻ വീഡിയോയിൽ ചെയ്തില്ല. അതുപോലെ ഞാനതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് കാണിച്ചിട്ട് ബിൽഡ് ചെയ്യാം. ഞാൻ ബേസിലെത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അമ്മമാരത് ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്തമ്മ വാട്സാപ്പ് നമുക്കുള്ള കോഡ് ഞാൻ പെട്ടെന്ന് റെഡിയാക്കാം. ഓക്കെ, ഇവിടെ നമ്മളെ ഫോക്സ് ഹീറോ കുറച്ച് ബോണിലൊക്കെ ചെയ്ത് ഒരു പാത്ത് കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ചെയ്തതാണ്, നമ്മൾ ഫിഷിംഗ് ബോക്ക് പോലെ ചെയ്ത്. നൈസ് ഗൈസ്. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ റോഡ് ടു 1K ഗൈസ്. അപ്പം സബടിക്കാത്തവരൊക്കെ സബടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ ഞാൻ വേറെ ഒരു ബിൽഡും കൂടി ചെയ്തിട്ടുണ്ട്. ഫോക്സിങ് കുറച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ MSL ബ്രോയുടെ തട്ടുകട റൂഫ് മാറ്റി. ആൻഡ് ഓൾസോ എൻ്റെ അമ്മിണിക്കുട്ടിയെ ഞാൻ വെറുതെ ഒന്ന് ഞൂണ്ടിയതാണ്, കൈ വെച്ച് ഞൂണ്ടിയപ്പോഴേക്കും സ്വർഗത്തേക്ക് പോയി. സോറി, ഞാൻ അമ്മിണിക്കുട്ടിയെ കുറേ നോക്കി, പക്ഷേ ആ കളർ അമ്മിണിക്കുട്ടിയെ കിട്ടാൻ കുറച്ച് റയറാണ്. പിന്നെ അവിടെ ഒരു ചിക്കൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഫോക്സിയാണ് ഉണ്ടാക്കിയത്. അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണാം. ഓക്കെ, നമ്മൾ കൊണ്ടുവന്ന വീട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോയിരുന്നത്. ഞാൻ ഫോക്സി സ്പെസിഫിക് ലെഫ്റ്റ് എക്സ്പ്ലോർ ചെയ്തപ്പം കുറച്ചധികം ആക്സിഡോട്ടിൻ്റെ കിട്ടി. അപ്പം നമ്മളിങ്ങനെ അവർക്ക് പോണ്ടുണ്ടാക്കി. ആൻഡ് ആ തവളയെ നമ്മളിവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ട്. കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവൻ ചിലപ്പോൾ ബഹുമാരെ കടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പേടിച്ചിട്ടാണ് കെട്ടിയിട്ട്. ഓക്കെ, പിന്നെ കുറച്ച് ലൈറ്റും പിന്നെ ഈ വാർട്ടിക്കൽസ് വൈബ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബ്ലോസും പിന്നെ ലെസ്കേവിൻ്റെ ആ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആശയിലെ ഡ്രീം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബിൽഡ് നമ്മൾ പെട്ടെന്ന് ചെയ്യണം. ഇതിൻ്റെ ഒരു ബിൽഡ് വരാനുണ്ട്. ചിലപ്പോൾ ഞാൻ ഓഫ് ക്യാമറ ചെയ്യും, ചിലപ്പം ഞാൻ വീഡിയോ തന്നെ കണ്ടൻ്റ് ആക്കുന്നുണ്ട്. നമ്മൾ ചന്തു പറയുന്ന പോലെ
ചന്തുവിനോട് ചോദിക്കണം. ആൻഡ് ഓൾസോ ഫോക്സി നമ്മളെ ട്രേഡ് മാർക്കാക്കിയിട്ട് തോന്നുന്നു ഈ ബാംബുവിൻ്റെ സ്റ്റെയർ വെച്ചിട്ട് റൂഫ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നല്ല ലാഗുണ്ട് വില്ലേജസ് ഉള്ള കാരണം. താഴത്ത് ഫുൾ വില്ലേജസാണ് ട്രേഡിങ് ഹാളിൽ. പിന്നെ ഇവിടെ ഹബ്ബും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വരികയായിരുന്നു. ബട്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലേസ് പണി കത്തിച്ച് ഫോക്സിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോക്സി എന്തോ ചെയ്യാൻ അതവിടെ നിൽക്കട്ടെ. ഓൾസോ ഇവിടെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വൂൾഫിനെ സെറ്റാക്കുക, പ്ലോട്ട് വാങ്ങുകയൊന്നുമല്ല. ഒരു മെയിൻ പ്രൊജക്റ്റ് നമുക്ക് ചന്തു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതൊന്നും ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ കമൻറ്റ് കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ചന്തു നമ്മോട് പറഞ്ഞത്. നമ്മൾ ഈ സ്റ്റോൺ കട്ടർ ചെയ്തപ്പം ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. റെൻഡറാവാത്തതുകൊണ്ടാണ്. ഇതാണ് ആ കേവ്. ഇപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോകുന്നില്ല. അത്യാവശ്യം നൈസ് കേവാണ്. ഉള്ളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ. എൻ്റെ കാട്ട് തലമുള്ളവർ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ലെസ് കേവ് പോലെ സെറ്റപ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഐഡിയാസൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നമുക്കതുപോലെ ഒന്ന് ചെയ്യാമായിരുന്നു. ഓക്കെ, അത്യാവശ്യം അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടുള്ള ഗെയിമാണ് ഇവിടെ ഉണ്ടാവുന്നു. പിന്നെ ഒരു കിണർ പോലെ സെറ്റപ്പ് ഉണ്ട് സെൻറ്ററിൽ. മോബ്സ് സ്പോണാക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ഇവിടെ ലൈറ്റ് ചെയ്തത്. ഓക്കെ, ഇവിടെയാണ് ആ കിണർ പോലെയുള്ള സംഭവം. ഇവിടെ ഓരോ സ്ഥലത്തും പതുക്കെ ചെയ്യുള്ളൂ. കാരണം പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2-3-4 മരം ഇവിടെ കുഴിച്ചിട്ടിട്ട് ഞാൻ പറയും ഇതാണ് എൻ്റെ കേവിൻ്റെ. അത് നമുക്ക് പറ്റില്ല. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കേവ് വേണം. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യം സെറ്റ്. ആൻഡ് ഇവിടെയും കണക്റ്റ് ആവുന്നുണ്ട്. ടോട്ടൽ 3-4 വയ്യേറ്റുണ്ട്. ഓർഡർ ചത്തു. ഓക്കെ, ഞാൻ മറ്റേ നമ്മളെ വോൾഫിന് കൂട് സെറ്റാക്കി കാണുന്നുണ്ട്. ഇപ്പം അതേപോലെ ഞാൻ ടൈം ലാപ്സ് ഒന്നും കാണിച്ച് ബോറടിപ്പിക്കില്ല. കാരണം കഴിഞ്ഞ വീഡിയോ ഫുൾ ടൈം ലാപ്സ് ആയിരുന്നു. അപ്പം അത് സെറ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്ലോട്ട് വാങ്ങാൻ പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ആയപ്പോൾ വന്ന് നമ്മൾ കിടന്നതാണ്. അടി കിട്ടിയ കണ്ടാക്ട് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. സ്കെൽട്ടന്മാർ വന്ന് പിത്തനാക്കാൻ നമ്മൾ ചുമ്മാ ചെറിയൊരു സെറ്റപ്പ്. ഇതാണ് നമ്മളെ കൂട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഇവന്മാരെ കാണാനും കഴിയും. നമ്മൾ ഇതിമേ വല്ല പണ്ടിത്തില്ല. ഞാൻ പറഞ്ഞു ഇന്നത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇതല്ല. ഇതും പ്ലോട്ട് വാങ്ങുന്നില്ല. നമ്മൾ ആ പ്രൊജക്റ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാത്തതേ ഉള്ളായിരുന്നു. പേര് നമ്മൾ പെടുന്നില്ല. ഇങ്ങോട്ട് പോടാ, ഓടോടാ. തൽക്കാലം ഞാൻ ഒന്നായിട്ട് ഇപ്പം ഇരുത്താൻ നോക്കിയാൽ ചിലപ്പം ഇരിക്കാൻ ചാൻസ് ഇല്ല. അപ്പം ഇവൻ ഡോലു, മറ്റവൻ പോലു. ഓക്കെ, നീ ഇവിടെ ഇരുന്നു, ഡോലു ഇവിടെ ഇരുന്നു, ഡോലു അതെ. ഓക്കെ, ഞാൻ ടൈം കിട്ടുമ്പോൾ നെയിം ടാഗൊക്കെ വാങ്ങി മാർക്ക് റീനെയിം ചെയ്യാം. ഓക്കെ, ബൈ. ഓക്കെ, ഇനിയുള്ള ഗോൾ എന്ന് പറയുന്നത് ഒക്കെ പ്ലോട്ട് വാങ്ങണം. നമ്മൾ ഷാസ്ബ്രോയോട് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചാണ്. അപ്പം ഏതായാലും ഇപ്പോൾ അവിടെ നമ്മൾ പാത്ത് കാണലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ടെമ്പററി ആയിട്ടൊരു പാത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് പോകണം. ഡയമണ്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകണം. അപ്പം
സ്പോണിൻ്റെ അവിടെ എത്തിയിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളെ മെയിൻ ഹബ്ബിലേക്ക് പോകുന്ന വൈക്കൽ നമ്മളത് ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. അത് ഞങ്ങളും കൂടി കാണിക്കാമെന്ന് കരുതി. ഇപ്പം നമുക്ക് നമ്മളെ വീട് ഇപ്പോൾ ഡെർട്ട് ഹൗസ് ആണെങ്കിൽ നമുക്ക് നമ്മളെ വീടെല്ലാം ഇഷ്ടമുണ്ടാവാം. എനിക്ക് എൻ്റെ ബേസ് കഴിഞ്ഞിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബേസ് ഈ മൈൻഡിലെ ഇവരുടെ ബേസാണ്. ഞാൻ കാണിച്ചു തരാം. പോളി ബേസ് എന്ന് പറഞ്ഞാൽ അമ്മാര് ബേസാണ്. ഇത് ആരുടെ ബേസാണെന്ന് വെച്ചാൽ റിച്ചിൻ്റെ കട്ടില്ലേ, റിച്ചാക്കി ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ മഷ്റൂം ഐലൻഡ് ആയതുകൊണ്ട് ഒരു മോക്ക് സ്പോൺ ആവത്തില്ല. കംപ്ലീറ്റ് സെക്യൂർ ചെയ്ത് പുറത്തുനിന്ന് കാണിക്കേറ്റത് ഒരു പോണ്ട് നമ്മൾ ചെയ്ത പോലെ. പക്ഷേ ഈ പോണ്ട് വരെ നമ്മൾ മഷ്റൂം തീമിൽ പിടിച്ച്, പിന്നെ ഹണി പീസ്, ഒരു കാം സെറ്റ്. പിന്നെ ഇവന്മാർക്ക് ഒരു റെയ്ഡ് ഫാം അവിടെ ഉണ്ട്. അപ്പം അവർക്ക് പോകാനുള്ള പോട്ട് കാര്യങ്ങളും എല്ലാം ഒരേ തീമിൽ നോക്കിയാണ് ഫുൾ മഷ്റൂം. പിന്നെ കഴിഞ്ഞ വീക്ക്ലി ചലഞ്ചിൽ ഇവരാണ് ജയിച്ചത്. ഇതാണ് അവരുടെ ബിൽഡ്, 23+ ഇതുള്ള ബിൽഡ്. ആൻഡ് ഓൾസോ ബീക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ബൈ ദ വേ ഞാനും റിച്ചും ഉമ്മാരൊക്കെ കൂടിയിട്ട് ഇന്നലെ ഇതിനെ കൊന്നായിരുന്നു, വിതറിനെ കൊന്നായിരുന്നു. അപ്പം അവരത് യൂസ് ചെയ്തിട്ട് ബീക്കണ് സെറ്റ് ചെയ്തു. ഇവിടുന്ന് റെഡ് വൈറ്റ്. നൈസ്. അവന്മാർ ആ തീമിൽ തന്നെ പിടിച്ചു. ആൻഡ് ഇവിടെ ആ ബെഡ്റൂം ഇവിടെ എന്തോ ഉണ്ട് മുകളിൽ. ഇവിടെ എൻചാൻറ്റിങ് ഏരിയ ഇനിയുണ്ടോ മക്കൾക്ക്? ഇവിടെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, ലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ബീക്കണ് ഇല്ലാണ്ട് വിടുമ്പോൾ ആറുണ്ട്. അപ്പം നമ്മളിനി ഇവിടെ എത്തിയിട്ട് നമ്മളിനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഷാദ്ബർ അവിടെ സ്പോൺ ഏരിയ സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഹബ്ബ് മാറ്റിയെന്ന് നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതാണ് ഇങ്ങോട്ട് തിരിഞ്ഞത്. ഓൾസോ ഈ ബേസ് കാണിക്കണ്ട, കാരണം വഴി ആരൊക്കെ ചാനൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ സ്പോയിലാവണ്ട. ഓക്കെ, ഇങ്ങോട്ട് നമ്മുടെ സ്പൈഡി ബോയുടെ ബേസ്. ആൻഡ് സ്പൈഡി ബോയ് ചെറിയ ബ്രേക്ക് എടുത്തേക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. വാവ്, ഇത് മറ്റേ റെസിൻ ബ്ലോക്കാന്നാണ് പറഞ്ഞത് ഷാസ്. ഇങ്ങോട്ട് വേറെ ആരുടെയൊക്കെ ബേസ് ഉണ്ട്. ആൻഡ് ഓൾസോ അഗെയിൻ നമ്മൾ പറയാണ്, മൈൻഡിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്കോഡിൽ ലിങ്ക് ചേരുക. ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളുണ്ടാവും. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും നമ്മളെ സെർവറിൽ കയറാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ റിച്ചും കട്ടിൻ്റെ കൂടെ നമ്മൾ റൂഫിൽ കയറിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കുടുങ്ങിയായിരുന്നു. പിന്നെ അവിടെ ഡോക്ക് പൊട്ടിച്ച് ഏതോ ഭാഗത്തിന് കറക്റ്റ് നമ്മളെ സെൻറ്ററിലായിരുന്നു ആ ഒറ്റ ബെഡ് റോക്ക് ഉണ്ടായിരുന്നു. ബെഡ് റോക്ക് നമ്മൾ പിക്കാക്സ് കൊണ്ട് പൊട്ടിച്ചൊന്നുമല്ല, കുറച്ച് ഗ്ലിച്ചൊക്കെ യൂസ് ചെയ്തിട്ട് ബ്രേക്കാക്കി. ഇപ്പം ഷാസ് ഇവിടെ നിന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് ആ തീമിലേക്ക് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പോർട്ടൽ ഉണ്ടായിരുന്നു. ഞാൻ കുടുങ്ങിയപ്പം തിരിച്ച് പവർ വേൾഡിലേക്ക് എത്താൻ വേണ്ടി സെറ്റ് ചെയ്തിരുന്നത് പോർട്ടൽ. ആൻഡ് നമ്മളെ സ്പോൺ ബിൽഡ് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷാദ്. ഞാൻ ഇതുവരെയായിട്ട് പോയി നോക്കിയില്ല, കാരണം നിങ്ങൾക്കറിയാമല്ലോ ഫുൾ തിരക്കാണ് ഗൈസ്. എക്സാമും കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഒന്നും മാറ്റം വരുത്തിയില്ല. ആൻഡ് ഫസ്റ്റ് വീക്കണ് അവന്മാർ തന്നെയാണ് സെറ്റ് ചെയ്ത്, അത് നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇവിടെ ഇത് സെറ്റ് ചെയ്തു നമ്മളെ. ആൻഡ് ഇവിടെ നമ്മളെ പോസ്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നൈറ്റാണ്, കിടക്കാൻ വയ്യ. സ്കെൽട്ടന്മാരെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെത് ഇവിടെയാണ് വരുന്നത്. ഹങ്കർ തീർന്നു.
ഇത് റീഫില്ലാക്കാൻ പറഞ്ഞായിരുന്നു, ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, നോക്കട്ടെ. ചെയ്തിട്ടുണ്ട്. ആരോ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ടോട്ടന് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല, കാരണം കുറേ പേര് വാങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോൾ യൂസ് ചെയ്യുന്ന സാധനമല്ല. ഒരുമാർ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലോക്ക്. സംഭവം കാര്യം നോക്കണ്ട, ജസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് വെക്കാൻ നോക്കാം. നമ്മൾ സ്പോൺ പ്രൊട്ടക്ഷൻ ഓണാക്കിയിട്ടാണ് അവിടെ ഫ്രണ്ടിൽ വെക്കാം. മറ്റവിടെ കണ്ടിട്ടില്ലെങ്കിലും ആറ് ഡയമണ്ടാന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഉറപ്പെടുത്തിട്ട് 60 hours ബുക്കട് മാറ്റിയിട്ട് ഇത് ഇവിടുന്ന് പൊട്ടിച്ച് കളയാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. വൈൻഡ് അപ്പ് അവിടുന്ന് സെൻറ്ററിൽ നിന്ന് തന്നെ പറയാം. ഇവിടുന്ന് പോടാ വീട്ടിൽ പോടാ. നമ്മൾ വീട്ടിൽ പറഞ്ഞയച്ചു. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ചെറിയ വീഡിയോ ആണ്, കാരണം കഴിഞ്ഞ വീഡിയോ കുറച്ച് വയലൻസ് ആയതുകൊണ്ട് നമ്മളിന്ന് കുറച്ചൊന്ന് പീസ്ഫുള്ളായിട്ട് ചെയ്യാൻ കരുതി. അപ്പം അഗെയിൻ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മളെ കിവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ റോഡ് ടു 1K ആണ്. സബ് ചെയ്തേക്കുക ഗൈസ്. അപ്പം എല്ലാവർക്കും പീസ് ഔട്ട്, ടാറ്റ, ബൈ ബൈ.